കർത്താവിൽ പ്രിയ വാത്സല്യമുള്ളവരെ, ഈ വർഷത്തെ വലിയ നോമ്പിന്റെ 13-ാം ദിനമായ ഇന്ന് നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തയ്ക്കായിട്ട് എടുക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന സുവിശേഷങ്ങളിൽ പുതിയ നിയമത്തിലെ 3-ാമത്തെ സുവിശേഷമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം. യഹൂദനല്ലാത്ത ഏക സുവിശേഷനായിരുന്നു വിശുദ്ധ ലൂക്കോസ്. അന്ന് ലഭ്യമായിരുന്ന എല്ലാ രേഖകളും യേശുവിനോട് അടുത്ത് പരിചയിച്ചവരുടെ സാക്ഷ്യങ്ങളും ചേർത്ത് സകല ജാതികളെയും ലക്ഷ്യമാക്കി വൈദ്യനായ ലൂക്കോസ് ഇതര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അനേകം പ്രത്യേകതകൾ ചേർത്ത് എഴുതിയ സുവിശേഷമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം. അനുബന്ധമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എഴുതപ്പെട്ടത് ലൂക്കോസ് ആണെന്ന് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ പ്രതിപാദ്യമായ വിഷയം. ഒരു പ്രമാണിയായ ധനവാൻ യേശുവിനെ സമീപിച്ച്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. വളരെ ഭവ്യതയോടെയാണ് യേശുവിനുള്ള ചോദ്യം. യേശു ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും പഠിപ്പിക്കലും ഒക്കെ കേട്ട് മനസ്സിലാക്കിയ വ്യക്തി, ആ നല്ല പ്രമാണിയായ മനുഷ്യൻ, ധനികനായ മനുഷ്യൻ, അപ്പോൾ ധനികനും പ്രമാണിയായ മനുഷ്യനെ സമൂഹം അംഗീകരിക്കുന്ന പോലെ യേശു ക്രിസ്തുവും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ട് നല്ല ശാശ്വതമായ ഒരു പരിഹാരം അല്ലെങ്കിൽ നല്ലൊരു വാക്ക് കൊടുത്ത് നീയും നിത്യജീവനെ അവകാശമാക്കിയിരിക്കുമെന്ന് പറഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ പ്രമാണിയായ ധനവാനായ മനുഷ്യൻ യേശുവിനോട് ഈ ചോദിക്കുന്നത്, ഗുരു, നിത്യജീവനെ അവകാശമാക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്ന്. ഇവിടെ പ്രധാനമായും 2 വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തു, 2 പ്രമാണിയായ ധനികൻ. യേശുവിനെ സമീപിച്ച ആരെയും യേശു വിഷമിപ്പിച്ചതായി കാണുന്നില്ല. ഇവിടെ യേശുവിനെ സമീപിച്ച മനുഷ്യൻ ഒരു പ്രമാണിയും ധനവാനുമായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. ധനികനായിരുന്നു, പ്രമാണിയായിരുന്നു. ന്യായപ്രമാണവും ഒരു വിഘ്നവും വരുത്താതെ അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഈ ധനികനായ പ്രമാണി എന്ന മനുഷ്യൻ. അദ്ദേഹം കരുതി യേശു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് വിടുമെന്നായിരുന്നു. നമുക്ക് ഉദാഹരണമായി നയമാൻ കുഷ്ഠരോഗം മാറാനായിട്ട് ഏലീശ പുരോഹിതൻ സമീപിച്ചപ്പോൾ നയമാൻ വിചാരിച്ചു ഏലീശ പുരോഹിതൻ തന്റെ സന്നാഹവുമായി വന്ന് ഈ നയമാനെ കണ്ടിട്ട് നയമാന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രക്രിയ നടത്തി തന്റെ അത്ഭുതകരമായി കുഷ്ഠരോഗം മാറ്റി കൊടുക്കും എന്ന് നയമാൻ പ്രതീക്ഷിച്ചു. എന്നാൽ അതല്ല അവിടെ സംഭവിച്ചത്. എലീശ പ്രവാചകൻ നയമാനെ കാണാൻ പോലും വന്നില്ല. അതിൽ നയമാനെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഈ 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പരീശനെയും ചുങ്കക്കാരനെയും കാണാൻ സാധിക്കും. പരീശ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു എന്ന് പരീശൻ അവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു ധാരണയുണ്ട്, ധനികനും പ്രമാണിയായുള്ള ആളുകളൊക്കെ ദൈവത്തിന്റെ അടുത്ത ആളുകളാണെന്നും ദൈവത്തോട് വിധേയപ്പെട്ട് ദൈവവുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെന്നും ദൈവം അവരെ പരിഗണിക്കുന്നു എന്നുള്ള ധാരണ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ധാരണ പ്രമാണിമാരും ധനികരുമായുള്ള വ്യക്തികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തു പറയുന്നത്, സമ്പത്തുള്ളവൻ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പ്രയാസമാകുന്നത്, കടക്കത്തില്ല എന്ന് പറയുന്നില്ല, സമ്പത്തുള്ളവൻ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പ്രയാസം. വളരെയധികം പ്രതികൂലങ്ങൾ കൂടെ മാത്രമേ സമ്പത്തുള്ളവൻ സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് സാധിക്കൂ എന്ന് ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. സമ്പത്ത് ദൈവം തന്നിരിക്കുന്നതാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം മനുഷ്യർക്ക് വിവിധ വിധത്തിലുള്ള സമ്പത്തുകളാണ് നൽകിയിരിക്കുന്നത്. ചിലർക്ക് പണം ഉണ്ടാവും, ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകും, ചിലർക്ക് അധികാരം ഉണ്ടാകും, സൗന്ദര്യം ഉണ്ടാകും. വിവിധമായ കഴിവുകൾ കൊടുത്താണ് ദൈവം മനുഷ്യ സൃഷ്ടി. ഇതെല്ലാം അവരുടെ സമ്പത്തുകളാണ്. ഈ സമ്പത്തുകളെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇത് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വന്തമായി പൂഴ്ത്തിവെക്കാനുള്ളതല്ല. ഇത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി വർദ്ധിക്കണം എന്നതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അനുഗ്രഹങ്ങൾ പൂഴ്ത്തിവെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർ കൂടെ പ്രയോജനപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഈ സമ്പത്തുകൾ ദൈവം തന്നിരിക്കുന്നത്. ഈ സമ്പത്തുകൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്ത് പ്രതിപാദ്യമായിരിക്കുന്ന വിഷയം. ഇവിടെ പറയുന്നു, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. നല്ലവനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയമായി നാം ഈ ലോകത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തുകൾ, ദൈവം നമുക്ക് സാഹചര്യങ്ങൾ ഒക്കെ ദൈവഹിതത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നിത്യജീവനെ അവകാശമാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഇവിടെ ഈ യേശുക്രിസ്തു ധനവാനായ പ്രമാണിയോട് പറയുന്നത്, നിന്റെ സ്വത്തുക്കൾ വിറ്റ് ദാനമായി കൊടുക്കാനായിട്ടാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കാനായിട്ട് പറയുന്നത്. അതുകൊണ്ട്
ഈ സമ്പത്ത് ഒരിക്കലും നമ്മുടെ ദൈവരാജ്യത്തിൽ കിടക്കാനുള്ള ഒരു പോംവഴിയല്ല. മറിച്ച് സമ്പത്ത് വിനിയോഗിച്ച് ദൈവഹിതപ്രകാരം വിനിയോഗിച്ചാൽ മാത്രമേ നിത്യജീവനെ അവകാശമാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മനുഷ്യനാൽ അസാധ്യമായ ദൈവത്തെ സാധ്യമാകുന്ന മറുപടിയാണ് യേശുക്രിസ്തു പറയുന്നത്. അതുകൊണ്ട് നമ്മെ ആക്കിയിരിക്കുന്ന പ്രദേശങ്ങളിൽ, ലോകത്ത് നമ്മെ ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നാം ദൈവത്തിന് വിധേയമായി വിശ്വസ്തയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തിന് വിധേയമായി വിശ്വസ്തയോടെ ദൈവം നമ്മൾ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിത്യജീവനെ അവകാശമാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്തെ ചിന്തയാൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി ജീവിച്ച്, ദൈവത്തിന് വിധേയമായി ജീവിച്ച് ഈ ലോകത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിൽ മാത്രമേ നിത്യജീവനെ അവകാശമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയിൽ നമ്മളെല്ലാവരും ആയിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഈ നോയമ്പുകാലത്തെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, ദൈവം തന്നിരിക്കുന്ന സമ്പത്തുകളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഗുണം ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.